ഞാൻ പലതരം കല്യാണങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനത്തെ ഒരു ഐറ്റം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സോ ഈ കല്യാണം കൂടാൻ വേണ്ടി ഞാൻ പോയത് നമ്മുടെ ചെന്നൈയിലാണ്. Is this the craziest wedding in Chennai? Don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love. ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. It's what do you think? I enjoy these rides. ചെന്നൈയിൽ എത്തിയതിനു ശേഷം നമ്മുടെ മൂന്നാമത്തെ ദിവസമായിരുന്നു കല്യാണം. സോ ഇതായിരിക്കും നമ്മുടെ ചെന്നൈയിലെ പ്രോപ്പർ വെഡിങ് വ്ളോഗ്. സോ ഇതിന് ശേഷമായിരിക്കും നമ്മുടെ സാധാ കാഷ്വൽ വ്ളോഗ്സും പരിപാടിയൊക്കെ വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എനിവേ നമുക്ക് നമ്മുടെ കല്യാണത്തിനെ കുറിച്ച് സംസാരിക്കാം. സത്യം പറയാലോ, മാരക ഐറ്റം തന്നെയായിരുന്നു. ഇല്ലാത്ത പൊളിറ്റീഷ്യന്മാരില്ലാന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. നമ്മുടെ സ്റ്റാലിന്റെ ആൾക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ചില ബോഡി ഗാർഡ്സ് AK-47 പിടിച്ചു വെക്കുന്നവരെ ഞാൻ കണ്ടു. സോ ഒരു രക്ഷയില്ലാതെ ഹെവി കല്യാണം തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത് അവിടുത്തെ കാർ കളക്ഷൻ തന്നെയായിരുന്നു. ലൈക്ക് ഈ കല്യാണത്തിന് വേണ്ടി മാത്രം ഒരു വെൽഫെയർ അവർ വാങ്ങിച്ചു. ഓരോ കേസ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡ്രൈവിന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു GL43 എടുക്കുന്നു. പക്ഷെ ഞാൻ ഇപ്പോൾ പോകാൻ പോകുന്നത് നമ്മുടെ ഈ പോർഷിനകത്താണ്. അപ്പോൾ നമുക്ക് എന്തായാലും പോർഷിൽ ഒരു ഡ്രൈവ് പോയിട്ട് വരാം. To be honest, it's my first time. ഇതിന് ഇത്രയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നാ? I didn't expect this much sound. Oh, what exhaust is this? Nothing, bro. Stop. What's next? What are you planning to get next? Inshallah, everything. Everything, huh? Yeah. First Bugatti in India? First, I have that's my goal. That's my dream. Inshallah, soon. ഇനി നമ്മൾ ഇന്നൊരു കോൺവോയ് പോകാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു Hummer H3 എടുക്കുന്നത്. ഈ Hummer H3 ഓടിക്കുന്ന വേറെ ആരുമല്ല, നമ്മുടെ എല്ലാം രജിത് ബ്രോ ആണ്. ആനയുണ്ട്, പിന്നെ ബാക്കിലാരാ ഇവിടെ ഒരു Hummer H3 ഉണ്ട്. പക്ഷെ ഈ Hummer H3 ഒരു പ്രത്യേകത ഉണ്ട്. സംഭവം എന്താ വെച്ചാൽ ഈ വണ്ടി ഇവർ ലക്ഷ്മി മെറ്റലിന്റെ നിന്നാണ് ഈ വാങ്ങിച്ചത്. ആൻഡ് ഇതാണ് ഏഷ്യയിലെ ഏക 3.7 ലിറ്റർ V6 എഞ്ചിനുള്ള വണ്ടി. UK ഇമ്പോർട്ടാണ് വണ്ടി. പിന്നെ ഇവിടെ ഒരു ഇനി നോക്കുമ്പോൾ ഒരു Ford F-150 റാപ്പറായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇത് ആക്ച്വലി ഒരു ഫോർഡ് എൻഡേവറിനകത്ത് F-150 റാപ്പറിന്റെ കിറ്റ് ചെയ്തതാണ്. പിന്നെ ഇവിടെ ഒരു ഫോർഡിന്റെ ഒരു ലിമോസിൻ കിടക്കുന്നുണ്ട്. ഈ വണ്ടി ഞാൻ കണ്ടില്ല കേട്ടോ. നമ്മുടെ 997 ജനറേഷനുള്ള Porsche 911 ആണ്. ഫുള്ളി റാപ്പ് ചെയ്തിട്ട് തന്നെ അവർ വേറൊരു സെറ്റപ്പിൽ തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് ഒരു GL43 എടുക്കുന്നുണ്ട്. പിന്നെ ആ കിടക്കുന്ന ഐറ്റം നമ്മുടെ പുതിയ ടൊയോട്ടോ വെൽഫെയർ ആണ്. ഇതുവരെ കാണാത്തൊരു വണ്ടിയാണ്. UAE ഞാൻ അങ്ങനെ കാണാറില്ല. മെയിൻലി നമ്മുടെ ലെക്സസിന്റെ വണ്ടി ഉണ്ടല്ലോ, അത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് സംഭവം എന്താണെന്ന് ഇതുവരെ പിടിയിട്ടിട്ടില്ല. പക്ഷെ ഇവരുടെയൊക്കെ കല്യാണം രാത്രിയാണ് നടന്നത്. സാധാരണ കല്യാണത്തിനൊക്കെ ഞാൻ രാവിലെയാണ് പോകാറ്. പക്ഷെ ഈ കല്യാണം നടന്ന രാത്രി 7 മണിക്കാണ്. സോ ഞാൻ കുളിച്ചു കുട്ടപ്പനായിട്ട് നേരെ പോയത് നമ്മുടെ ഗ്രാൻഡ് ഹയാത്തിലാണ്. No, where are we going? What's happening now? We are going to room for photo shoots. Photo shoots? Yeah. Where is the wedding happening? It's YMCA. YMCA. At what time is that? We'll go in 30 minutes. Papa, what's happening? Huh? Bro, chill. It's not your wedding. Double size ആയിട്ടുള്ള ഒരു ഷർവാണിയാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. നമുക്കെന്തായാലും നമ്മുടെ മുടി ഒന്ന് സെറ്റാക്കി. ഈ മച്ചാന്റെ Instagram ID-യും പരിപാടിയെല്ലാം ഞാൻ താഴെ കൊടുത്തേക്കാം. പുള്ളി ഇത് പഠിച്ചിട്ട് ചെയ്ത ഒരാളാണ്. അങ്ങനെ ഗ്രാൻഡ് ഹയാത്തിൽ നിന്ന് എല്ലാവരും റെഡി ആയതിനു ശേഷം നമ്മൾ നേരെ താഴെ ഇറങ്ങി കോൺവോയിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങി. സോ ഞാൻ കയറിയത് ഒരു മെർസിഡീസിന്റെ C43 AMG-യിലായിരുന്നു. അപ്പൊ നമ്മൾ ഈ വണ്ടിനകത്താണ് പോകാൻ വേണ്ടി പോകുന്നത്, നമ്മുടെ C43-ൽ. അപ്പൊ നമുക്ക് എന്തായാലും പോവാം. ബൈ ദ വേ, മൈദിനാണ് നമ്മുടെ കല്യാണ പെണ്ണിന്റെ ഇളയ അനിയൻ. ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണിന്റെ മൂത്ത ചേട്ടൻ. What is the current lineup like? Porsche, Welfare, Hummer, GL-AMG, and then it will keep continuing. It will keep going. etc. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും. നമ്മളിപ്പോ നമ്മുടെ C43-നകത്ത് തന്നെ ഇരിക്കുന്നത്. അപ്പൊ ഈ മച്ചൻ ഭയങ്കര ഫാസ്റ്റ് ഡ്രൈവർ ആണെന്നാണ് പറയുന്നത്. നമ്മളിപ്പോ സ്പോർട്സ് പ്ലസിനകത്ത് ഇട്ടതിന് ശേഷം നമുക്ക് ഈ വണ്ടിയുടെ പവർ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. മാക്കോ ബാങ്കോ സബ്കോ യാ മോനെ.
പിന്നെ ഈ കല്യാണം നടക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അത് വേറൊരു ലോകം തന്നെയാണ്. ഏകദേശം 3500 ആൾക്കാർ അറ്റൻഡ് ചെയ്ത ഒരു വെഡിങ് ആയിരുന്നു ഇത്. ആൻഡ് ഇത് ലിറ്ററലി നടന്നത് ഇവരൊരു ഗ്രൗണ്ട് റെന്റ് ഔട്ട് ചെയ്തിട്ട് അവിടെ ഒരു വെഡിങ് വെന്യൂ അങ്ങോട്ട് പണിതു. ആൻഡ് ഈ വെഡിങ് വെന്യൂ പണിതത് നമ്മുടെ ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ഒക്കെ ഓഡിയോ ലോഞ്ച് നടക്കില്ല, ഈ വിജയുടെ ഒക്കെ സിനിമയുടെ ഒക്കെ ഓഡിയോ ലോഞ്ച് നടക്കുന്നത് അതേ ടീം തന്നെയാണ് ഈ വെഡിങ് വെന്യൂ ബിൽഡ് ചെയ്തത്. സോ അത് മാച്ച് സെഫ് ആയിരുന്നു. സോ അവിടെ എത്തിയതിനു ശേഷം പിന്നെ വണ്ടികളുടെ ഒരു ചാകര തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ അവസാനം നമ്മുടെ കല്യാണ മണ്ഡപത്തിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഏകദേശം 3500 ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടി പറ്റും. അപ്പോഴാണ് ഞാൻ ഈ വണ്ടി കണ്ടത്. ഇതെന്താണെന്നായിരിക്കും നിങ്ങളുടെ ആലോചിക്കുക. ഇതാണ് നമ്മുടെ പെണ്ണിന്റെ വീട്ടുകാർ ചെക്കൻ്റെ വീട്ടുകാർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന വണ്ടി. മെഴ്സിഡീസിൻ്റെ GLC 300. എന്തല്ലേ, അടിപൊളിയുണ്ട്, ഒരു രക്ഷയില്ല. ചേട്ടാ ഇപ്പം ഇറക്കിയതാ, ഇന്ന് സാധനം എന്താ എടുത്തു, ഇവിടെ കയറ്റി ഇട്ടു, ഇവിടെ 4 രജിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അടിപൊളിയാണ്. ഞാനിപ്പോഴത്തെ എസ് ക്ലാസ് എടുക്കുന്നുണ്ട്. വണ്ടിയുള്ളൂ. ബ്രോ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് എന്തായാലും നോക്കാം. ഇവിടെ ഏകദേശം 3500 നമുക്ക് ഒരു 4 ദിവസം. അതൊക്കെ സെറ്റപ്പ് ഒന്നും ഞാൻ എനിക്കിതുവരെ അറിയില്ല, കാരണം ഞാൻ ഇതുവരെ കയറിയൊന്നും പറ്റില്ല. പക്ഷേ ഐ ആം വെരി എക്സൈറ്റഡ് ടു നോ ഏതൊക്കെ വണ്ടികളുണ്ടോ. ഇവിടെ മെയിൻലി മെഴ്സിഡീസിൻ്റെയും BMW-യുടെയും കളിയാണ്, പിന്നെ സുസുക്കി അവിടെ ഒക്കെ ഉണ്ട്. അതെന്തായാലും എന്തോന്നു, ഇത് ആരുടെ ഏതൊക്കെ വരുന്നത് ജഡ്ജൊക്കെ. ഇതാണ് നമ്മുടെ ചെക്കൻ വരുന്ന വണ്ടി. എനിക്കൊന്ന് ചെക്കൻ്റെ ടീമിൻ്റെ തന്നെ വണ്ടി ആയിരിക്കും നമ്മുടെ 7 സീരീസ്. അതെന്തായാലും കൊള്ളാം. ഈ മച്ചാനെ നിങ്ങൾക്ക് പരിചയം കാണും, നമ്മുടെ മൗനരാഗം സീരിയൽ. ആരത് ഒരു ഹായ് പറഞ്ഞേ. മച്ചാനെ അറിയായിരിക്കും, നമ്മുടെ സീരിയലിലൊക്കെ ഉള്ള പുള്ളിയാണ്. പാട്ടൊക്കെ ഇനി അടുത്തതായിട്ട് പെണ്ണിന്റെ വരവാണ്. അതായത് നമ്മുടെ ടീം ഗേൾസ് ടീമും ചെന്നൈയില് എല്ലാം സഹിക്കാം, പക്ഷെ പനി അടിച്ചു തോന്നുന്നു. തൊണ്ടയൊക്കെ ആകെ അടിച്ചു പോയി. ഹായ് 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 വരുന്ന വണ്ടി ഉണ്ടോ? അതാണ് നമ്മുടെ ബ്രൈറ്റ്. You know who that is? You know who that is? No. Do you know? I don't know. അവസാനമായിട്ട് നമ്മൾ ഫുഡും പരിപാടി എല്ലാം കഴിച്ചു കഴിഞ്ഞു. പിന്നെ പോർഷനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സംഭവം എന്താ വെച്ചാൽ ഇതിനകത്തുള്ള കപ്പ് ഹോൾഡേഴ്സ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഇടണം കേട്ടോ. അത് ഇങ്ങനെയൊക്കെ ഈ ബട്ടൺ വെക്കുമ്പോൾ ഇവിടെ ഒരു കപ്പ് ഹോൾഡർ, പിന്നെ വീണ്ടും ഈ ബട്ടൺ വെക്കുമ്പോൾ ഇവിടെ ഒരു കപ്പ് ഹോൾഡർ. സോ ടോട്ടലായിട്ട് 2 കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ പോർഷനകത്ത് ഒരു ഡ്രൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓ എന്റെ പള്ളി, bro. The 120 feels like 300 in Chennai, yeah? Amazing. What the fuck? എന്തായാലും നമുക്ക് ഈ ലിമോസിന്റെ അകത്ത് കയറിയിട്ട് ഇതിന്റെ ഇന്റീരിയർ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതൊരു പണ്ടത്തെ മോഡല് എൻഡേവർ ആണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ ഡോർ തുറന്ന് നോക്കാം അതിനെ. ഹായ് ഹായ് ഹായ്, എന്തോ അല്ലേ, കട്ടിലോ? ഓഫ്, ഒരു രക്ഷയിലാട്ടോ. ക്യാപ്റ്റൻ സീറ്റ്സും പരിപാടിയെല്ലാം കുറിച്ചിട്ട് എന്തത്, എന്തൊക്കെയോ നടക്കുന്നുണ്ട്. വിന്റേജ് മോഡൽ ലിമോസിൻ ഇല്ലേ, പണ്ടത്തെ സിനിമയിലൊക്കെ കാണുന്ന ലിമോസിൻ, അതുപോലത്തെ ഒരു ലിമോസിനാട്ടോ ഇത്. പിന്നെ ഇവിടെ ഒരു ഡിഫൻഡറും കിടക്കുന്നുണ്ട്. അവിടെ ഒരു ടേക്കാൻ ഉണ്ടായിരുന്നു, ടേക്കാൻ കുറച്ചു നേരം മുന്നേ പോയ. ഒരു രക്ഷയില്ലല്ലേ. നീ ആ ലിമോസിന്റെ ബാക്കിൽ കയറിയിരുന്ന? ബാക്ക് ഞാൻ ജീലിലോട്ട്. നീ ലിമോസിൻ കണ്ടില്ല? നീ ലിമോസിൻ കണ്ടില്ല? ഇങ്ങനെ വെട്ടിത്തിളങ്ങി നിൽക്കുന്ന ഈ വണ്ടി നീ കണ്ടില്ല? ഞാൻ ദൂരെ GMC ലിമോസിൻ കം എന്തല്ലേ ബിസിനസ് ക്ലാസ് തന്നെ അടിച്ച് മൂക്ക് പിടിച്ച് വേണമായിരുന്നു. നീ ഇതിനകത്തായിരുന്നു? എന്നല്ല, ഞാൻ ഫുൾ ലക്ഷറി ലൈഫ്. പിന്നെ സത്യം പറഞ്ഞ പണ്ടത്തെ ഡോണുകളുടെ ഒക്കെ വണ്ടിയില്ല, പണ്ടത്തെ സിനിമയിലൊക്കെ കാണുന്ന വണ്ടി. ഇവിടെ സിഗാർ ക്യൂബൻ സാധനമൊക്കെ വെച്ച സീനായിരിക്കും. എന്റെ ഫാമിലി ഫ്രണ്ട്ലി ചാനൽ, നിങ്ങളാരും വലിക്കാറില്ല. വണ്ടി പോയേ.
So anyway, guys, I'm sad. Where is it? I'm sad that Kashipa left. But Kashipa's married. I'm so happy. Yay! Yay! Event's over. We get sleep. Yes. So anyway, guys, on that note, that's a wrap for this video. I hope you guys enjoyed. If you guys want more videos like this, then make sure to subscribe, hit the like button and share this video. We'll see you guys in the next one. Bye.